ആകാശവാണി. തുമ്പയും കല്ലും നാടകം. നാടകരചന ശ്രീ KM രാഘവൻ നമ്പ്യാർ. അഭിനേതാക്കൾ KP ഗോപാലൻ, V ഭാസ്കരൻ പാലയാട്, രാധൻ കണ്ണപുരം, പപ്പൻ മുറിയാത്തോട്, ഷജിൽ കുമാർ ചെക്കിക്കുളം, പ്രമീള മോഹൻ, സാവിത്രി ഷൈജുലാൽ. സംവിധാനം V ചന്ദ്രബാബു. തുമ്പയും കല്ലും. പരമാനന്ദമെന്നതേ പറയാവൂ. ഓ, ഇന്നും കുടിച്ച പോസായിട്ടാണല്ലോ വരവ്. ഒരാഴ്ചയായിട്ടും പരമാനന്ദം തീർന്നില്ലെന്നുണ്ടോ? പരമാനന്ദം തീരാനോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ആയുസ് മുഴുവൻ പരമാനന്ദം. ഞാൻ ഡോക്ടർ ജയകുമാറിന്റെ അച്ഛൻ. നീ ഡോക്ടർ ജയകുമാറിന്റെ ഒരേ ഒരു പെങ്ങൾ. നിന്റെ അമ്മ ഇതൊന്നും കാണാനുണ്ടായില്ലല്ലോ എന്നോർക്കുമ്പോഴാ. എങ്ങനെയാ അവൾക്ക് ഞാൻ കുടിക്കുന്നതിലുള്ള ദേഷ്യല്ലേ, മുഴുവൻ വിറ്റു തുലച്ചതിലുള്ള സങ്കടല്ലേ? സുഖിക്കേണ്ട ഈ കാലത്ത് നീ ഇല്ലാതായല്ലോ എന്റെ കുഞ്ഞു ലക്ഷ്മി. പരമാനന്ദം പോയി ഇപ്പം കരച്ചിലായോ? അത്താഴത്തിന് അരി സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. കടയിൽ പോയി വലതും വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടോ? ബാലേട്ടനെ ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടതേയില്ല. പശുവിനാണെങ്കിൽ ഒരു തരി പുല്ല് പോലും കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. പറമ്പത്തും വയലുമായി എപ്പോഴും കറങ്ങുന്നതല്ലേ, വല്ല സൂക്കേടും പിടിച്ചുപോ എന്തോ. ബാലൻ വന്നിട്ടില്ല അല്ലേ? അവൻ ചിലപ്പോ ഇനി വരില്ല. എന്താച്ചാ? അവൻ വരണ്ട, അതാ നല്ലത്. അവനിങ്ങനെ എപ്പോഴും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോൾ മുതൽക്കാ ഇഷ്ടക്കേട്? മുമ്പ് അടക്ക ചുണങ്ങാൻ പോലും ബാലേട്ടൻ വേണമായിരുന്നല്ലോ. ഈ വലിയ മാർക്കൊക്കെ വാങ്ങി പരീക്ഷ ജയിച്ചതേ ഉള്ളൂ. ബുദ്ധി തീരെയില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ എന്നെ തുടർന്ന് പഠിപ്പിക്കാതിരുന്നത്? ഏട്ടനെങ്കിലും മെരിറ്റ് സീറ്റിൽ തന്നെ മെഡിസിന് സീറ്റ് കിട്ടി രക്ഷപ്പെട്ടത് ഭാഗ്യായി. അല്ലെങ്കിൽ അച്ഛനെ പോലെ നല്ലൊരു മദ്യപാനിയായി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതൊന്നുമല്ല. നീ ഒരു ഡോക്ടറുടെ പെങ്ങളാ. മെഡിസിന് ചേർന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണ്ടേ ഡോക്ടറാകാൻ? അതിനിപ്പോഴേ കള്ളും കുടിച്ച് ഭള്ളു പറഞ്ഞ് ആഘോഷിക്കണോ അച്ഛാ? ഈ പെണ്ണിനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വെച്ചാ ബാലൻ എന്തുകൊണ്ടാ ഇന്ന് വരാതിരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ബാലൻ എന്റെ നേർപെങ്ങളുടെ മകൻ തന്നെയാ. നീ അവന്റെ മുറപ്പെണ്ണും എന്ന് വെച്ച് നിന്നെ കല്യാണം കഴിക്കാനുള്ള അവന്റെ പൂതിയും മറ്റും ശരിയല്ല. അതിന് അച്ഛൻ തന്നെയല്ലേ പലപ്പോഴേ അത് ഉരുവിടാറുള്ളത്. ബാലേട്ടനും അയാളുടെ അമ്മയും അത് വിശ്വസിച്ചിരിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഡോക്ടറെ പെങ്ങളാവുമ്പോ ചുരുങ്ങിയത് ഒരു എഞ്ചിനീയറെങ്കിലും ഭർത്താവാകണമെന്ന് ആ നാട്ടു നടക്കും. അച്ഛൻ ഇത്തരം വിഡിത്തങ്ങളൊന്നും പറഞ്ഞു നടക്കരുത്. പണം ഇല്ലാതപ്പോൾ ഒരു ന്യായവും പണം ഉണ്ടാകുമ്പോൾ മറ്റൊന്നും. അത് ശരിയല്ല. മോളെ, നിനക്ക് അവനോട് പ്രണയമുണ്ടോന്നായിരിക്കും അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത്. ആലിൽ നിന്നും പശു കരയുന്ന കേട്ടില്ലേ? പ്രണയമുണ്ടോന്നുമല്ല. നിത്യേന പുല്ലുമായി വരുന്ന ആ മനുഷ്യൻ എവിടെ പോയെന്ന് അന്വേഷിക്കുക. പശുവിന് മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യരെയും മരങ്ങളെയും എല്ലാം ബാലേട്ടൻ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം എനിക്കും ബാലേട്ടനോടുണ്ട്. അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മോളെ, നിന്റെ ഏട്ടന്റെ സ്ഥാനവലിപ്പം കൂടി നോക്കണ്ടേ? എന്റെ ഏട്ടൻ അത്ര സ്ഥാനവലിപ്പമൊന്നും തോന്നില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ ഭാര്യ ആയിരുന്നല്ലോ എന്റെ അമ്മ. അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത സ്നേഹം കണ്ട് വളർന്നവരാ ഞങ്ങൾ. എപ്പോഴും കണ്ണീരൊലിപ്പിച്ച് താഴുന്ന ആ മുഖം. മോളെ, നിന്റെ മനസ്സിരിപ്പറിയാതെ ഞാൻ ഇന്ന് രാവിലെ ബാലനോട് കാര്യം തുറന്നു പറഞ്ഞുപോയി. ആകെ തകർന്നാണ് അവൻ പോയത്. ഈശ്വര, എന്തിനാ അച്ഛൻ അതൊക്കെ പറയാൻ പോയത്?
അച്ഛൻ ഇനിയും ഞങ്ങളെ ദ്രോഹിച്ചത് പോരെ. ഏട്ടനും കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ആരുണ്ട് ഈ കുടുംബത്തിനൊരു സഹായിയായിട്ട്? രാവിലെ എഴുന്നേറ്റ മദ്യപിക്കാനുള്ള കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ആലോചിക്കാറുണ്ടോ? പശുവിനെ വല്ല അറവാർക്കും വിറ്റോളൂ. 2 ദിവസം കുടിച്ച് കുന്തം മറിയാം. മോൾ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഇല്ല, അച്ഛൻ എന്താ എന്നെ തല്ലിക്കൊല്ലാത്തത്? നാഴികയ്ക്ക് 40 വട്ടം അമ്മയെ തല്ലുന്ന ആളല്ലേ. അവസാനം എന്നെ തനിച്ചാക്കി. എന്റെ മോളെ, വിഡ്ഢിത്തം പറ്റിപ്പോയി അച്ഛന്. ദാ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാലനായിരിക്കും. ഞാൻ പറഞ്ഞത് കാര്യമാക്കണ്ടെന്ന് അവനോട് പറഞ്ഞേക്കാം. അത് ബാലനല്ലല്ലോ. ജയൻ, മോനെ ജയ, വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മെഡിക്കൽ കോളേജിൽ ചേരാൻ പറ്റിയില്ല അച്ഛ. മെറിറ്റ് സീറ്റിലും മറ്റു സീറ്റുകളിലെ ഫീസ് തന്നെ നടപ്പിലാക്കിയിരിക്കുക. ഫീസിനത്തിൽ തന്നെ 1 വർഷം 1.25 ലക്ഷം വേണം. മറ്റു ചെലവുകൾ കൂടിയാകുമ്പോൾ 1 വർഷം 2 ലക്ഷമെങ്കിലും ആകും. പണയത്തിലായ നമ്മുടെ വസ്തുവകകൾ മുഴുവൻ വിറ്റുപെറുക്കിയാലും 5 വർഷം തികക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. ചില ബാങ്കുകളെല്ലാം കയറിയിറങ്ങി നോക്കി. അവർക്കും വേണം പിടിപ്പ് തീടുകൾ. ഇത് ഭയങ്കര ചതിയായിപ്പോയല്ലോ എന്റെ പരദേവതേ. നീ എന്നെ ഇങ്ങനെ നീട്ടി കൊതിപ്പിക്കണമായിരുന്നോ? അച്ഛൻ എന്താ കാണിക്കുന്നത്? കുട്ടികളെ പോലെ കരയുന്നു. ഡോക്ടർ ആവാത്തവരൊന്നും ഇവിടെ ജീവിക്കുന്നില്ലേ? ഞാൻ എങ്ങനെ ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കും മോനെ? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത എന്ത് ഹീനകൃത്യമാണ് നാം ചെയ്തത്? മാർക്കില്ലാതെ പോയെങ്കിൽ നാണിക്കണായിരുന്നു. അതൊന്നും ഉണ്ടായില്ലല്ലോ. നീ എന്താടി വീർത്ത് കെട്ടിയ മുഖവുമായി? നിനക്കും നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നാണക്കേടുണ്ടോ? നാണക്കേടുണ്ടോന്നോ? എനിക്കൊരു എഞ്ചിനീയർ ഭർത്താവായി വരുന്നത് ഇല്ലാണ്ടായി. ചേട്ടൻ ഡോക്ടർ ആണെങ്കിൽ അനുജത്തിക്കും ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ. അതാണത്ര നാട്ടുനടപ്പ്. എന്താ നളിനി ഇത്? ഇത്തരം വർത്താനൊന്നും ഒരിക്കലും നീ പറയാറില്ലല്ലോ. അവൾ എന്നെ പരിഹസിക്കുകയാ മോനെ. കുറച്ചു മുമ്പ് ഞാൻ എന്റെ മോഹം അവളോട് പറഞ്ഞുപോയി. അവളിപ്പോ കളിയാക്കി ആവർത്തിച്ച് പറഞ്ഞതാ. സ്വന്തം മോള് പോലും ഇങ്ങനെ കളിയാക്കുമെങ്കിൽ ഇനി നാട്ടുകാരെന്തൊക്കെ പറഞ്ഞു ചിരിക്കും. അച്ഛാ, വീണ്ടും തുടങ്ങി കരച്ചിൽ. കരഞ്ഞോട്ടെ ഏട്ടാ. കഴിഞ്ഞ ഒരാഴ്ചയെ ആഘോഷിക്കുകയായിരുന്നില്ലേ? എത്ര പേരാണെന്നോ ഡോക്ടറുടെ അച്ഛന് മദ്യം കൊടുത്ത് സൽക്കരിക്കാൻ. സന്തോഷം സഹിക്കാൻ കഴിയാതെ ബാലേട്ടനോട് ഇങ്ങോട്ട് വരേണ്ടെന്നും പറഞ്ഞു. നിത്യേന 100 വട്ടം വരുന്ന ബാലേട്ടൻ ഇന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പശുവിനാണെങ്കിൽ ആലിൽ കിടന്ന് നിലവിളിക്കുക. ബാലനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലല്ലോ. ഡോക്ടറുടെ പെങ്ങളെ കല്യാണം കഴിക്കാനോ മറ്റോ അയാൾ ആഗ്രഹിച്ചാലോ? എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ അച്ഛൻ കാട്ടുന്നത്? ഞങ്ങൾക്കൊക്കെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമായോ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കുക. ഞാനും ബാലനുമല്ല. അച്ഛന് ഞാനും ബാലനും ഒരുപോലെ ആയിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ പറയാൻ? കിട്ടി മോനെ, അഹങ്കാരത്തിന് ശിക്ഷ കിട്ടി. വരമ്പത്ത് കൂലിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാനിപ്പോ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. അവനോട് മാപ്പ് പറയാം. അച്ഛൻ ഇപ്പൊ എവിടെയും പോണ്ട. ആരോടും മാപ്പും പറയണ്ട. ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ അവനിങ്ങെത്തും. അത്ര സ്നേഹം അവൻ എന്നോടും ഈ കുടുംബത്തോടും. പഠിക്കാൻ അല്പം പുറകോട്ടാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും അവനോളം കഴിവ് ഈ നാട്ടിൽ മറ്റൊരു ചെറുപ്പക്കാരനുമില്ല. മെഡിസിന് ചേരാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഞാനും മറ്റും കരഞ്ഞു കാലം കഴിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളും ആ സംഭവം മറന്നേക്കൂ. ഇപ്പോ ഒരുപാട് പുത്തമ്പണക്കാർ കാറ് വാങ്ങിയിട്ടുണ്ട്. ശ്രമിച്ചാൽ നാളെ തന്നെ ഒരു ഡ്രൈവർ ജോലി ലഭിക്കും. തൽക്കാലം അത് മതി. പഠിക്കുന്ന കാലത്ത് തന്നെ ഡ്രൈവിംഗ് പഠിക്കാനും ലൈസൻസ് എടുക്കാനും തോന്നിയത് ഭാഗ്യമായി. ഏട്ടൻ നല്ലൊരു നടനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര നന്നായി അഭിനയിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മെഡിസിന് മെറിറ്റിൽ തന്നെ ഒരു സീറ്റ് കിട്ടുക എന്ന് വെച്ചാൽ സ്വർഗം കിട്ടിയ പോലെ ഓരോരുത്തർ കണക്കാക്കുന്നത്. സീറ്റ് കിട്ടിയിട്ടും പഠിക്കാൻ കഴിയാതെ തിരിച്ചു വന്നിട്ട് എത്ര കൂളായിട്ട് അനിയത്തിയും അച്ഛനെ സമാധാനിപ്പിക്കുന്നേ. ആ നെഞ്ചിനകത്തെ കനലിന്റെ ചൂട് ഇവിടെ നിന്നാൽ തന്നെ അറിയുന്നുണ്ട് ഏട്ടാ. എന്ത് ചെയ്യാം മോളെ? മുമ്പൊക്കെ ബുദ്ധിയും കഴിവും ഉള്ളവർക്ക് എത്ര വരെയും ഉയർന്നു പോകാമായിരുന്നു. ഇന്ന് പണവും കൂടി വേണം.
രാജ്യമേതായാലും പുരോഗമിക്കുകയാണ്. എന്താടി നബീസു ഇങ്ങനെ താഴും ശരിഞ്ഞു നോക്കണേ? കാർ ഇതുവരെ കാണാത്ത മാതിരി. എന്റെ അല്ലോ, നമ്മൾ പെരുത്ത് കാറ് കണ്ടിക്കിന്. എന്നാല് ഇത്ര മുഞ്ചുള്ള ഒന്നും നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണുവന്ന്. എന്താ പറയാ, ഈ മനുഷ്യന്മാരെ പോലെ തന്നെ ഈ കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ടപ്പാ. ഇതെന്താ കഥ? ദാ നിങ്ങളിത് നോക്ക്, ഇത് കണ്ടില്ലേ? ഈ ശീറ്റിനെ എന്താ ഒരു മിനുമിനുപ്പ്. എന്റെ പടച്ചോനെ, റോസാപ്പ് വിരിച്ച പോലെ ഉണ്ട് കേട്ടാ. ഒന്നും മതിയാക്കടി ബലാലെ. കരിനാക്കൊണ്ട് ശോഭിക്കന്നെ ഓരോരോ പോയത്തരം പൽപ്പുന്നില്ലേ. ഇത് ഡാക്ടർ ഉമ്മാക്കും ഡാക്ടർ ഉപ്പാക്കും പോകാനുള്ള കാറാ. ഈ നാട്ടിൽ വെച്ച് ഏറ്റവും മുന്തിയത് തന്നെ തന്നെന്ന്. പക്ഷെങ്കിൽ ഇന്നലെ രാത്രി ഈനെ കണ്ടിട്ട് അത്ര ഷോക്ക് തോന്നിയിട്ടില്ല. പക്ഷെങ്കില് ഈന് കേറാനുള്ള ഷോക്ക് അനക്കില്ലാണ്ടായിപ്പോ. അന്നെ കണ്ടാൽ ഒരു ഡാക്ടർ ഉമ്മയെന്ന് ആരെങ്കിലും പറയാ? അതൊക്കെ ഈ ഞമ്മ നോക്കി. അതെന്താ അത് തൊപ്പി? തൊപ്പി സാധാരണ തൊപ്പിയാണ്. തുർക്കിന്ന് പേസലായി തുന്നിക്കൊണ്ടുവന്നത്. പിന്നെ ഈ മുട്ടത്തെ ഞാന്ന് കിടക്കണത് എന്താ? അത് ബോംബക്കുപ്പായം. അതിന്റെ പഞ്ചാബ അതും പെസലായിട്ട് ബോംബെന്ന് തുന്നിക്കൊണ്ടുവന്നത്. അതിന്റെ അടിയിലോ? അതിന്റെ അടിയിൽ ചെരുപ്പ്. 5000 മുന്തിയ ചെരുപ്പ്. പിന്നെ ഈ പോക്കറ്റ് വാച്ച് തൂങ്ങുന്നത് 10 പവന്റെ സ്വർണ്ണ ചങ്കലേല. ഇനി പറ, ഇപ്പൊ ഞമ്മളെ കണ്ടാൽ ആരാന്നാ തോന്നുക? അല്ലോ, അതിപ്പോ വിമാനം ഇറങ്ങി വരുന്ന ഷെയ്ക്കാന്നാ തോന്നുക. അന്നെ കണ്ടാലോ? ആട്ടിന് പ്ലാവും ചപ്പില് പൊട്ടിച്ചു കൊടുക്കണ ആ പഴയ ഉമ്മപ്പെണ്ണ്. ഓ, ഒരു ഷെയ്ക്ക് വന്നിരിക്കണ കണ്ട. അന്ന് നമ്മുടെ ബാപ്പാന്റെ പയ്യന്നെ എത്ര നടന്നിട്ടാ നമ്മളെ ഈ നബീസുവിനെ മീൻകാരൻ മൊയ്തിന് കെട്ടിച്ച് കിട്ടിയത്, ഓർമ്മയുണ്ടല്ല? എന്റെ അല്ലോ, ഒരു കുപ്പി അത്ര മുയ്മേനും ഒഴിച്ചിട്ടും മാറാത്ത ആ ചീഞ്ഞ മീൻ്റെ നാറ്റം. കൊട്ടിയും ചുമന്നും കൂക്കിയും കൊണ്ടുള്ള ആ ചത്ത നടത്തും ഒക്കെ ഓർക്കുമ്പോ എന്റെ അബോ ഇപ്പൊ തന്നെ ഓക്കാനിക്കാൻ വരുക. അന്നോടാ ഞമ്മള് പറഞ്ഞേ ഡോക്ടർ ഉമ്മാന്റെ ശരിക്ക് വർത്താനം പറയാൻ. ഇല്ലെങ്കില് ഞമ്മളെ കയ്യിന്ന് കിട്ടും. ഓടി പോയി ആ 10 തട്ടവും പൊന്നും അല്ല ഇട്ടോണ്ട് വന്ന് സെറ്റിയിൽ വന്ന് കുത്തിരിക്കും. ഡ്രൈവർ വന്നാല് ഞമ്മക്ക് നാട് മുഴുവൻ ഒരു സർക്കിട്ട് പോകാനുള്ളതാ. പോ അതാതപ്പോ ഒരു പഴയ അംബാസഡറിൽ വരുന്നു. ഹലോ ഔവക്കറാജി. ആജി ഞമ്മളടുത്ത് വരികയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എല്ലാ വർഷോനെ. നബീസു, എടി നബീസു, ഔവക്കറാജി വരുന്നു. ഈ മുന്തിയ ഉടുപ്പിട്ട് വെക്കം വരി. അല്ലപ്പ ഇതാരാ? ആജിക്ക ഒന്ന് ഫോൺ ചെയ്താ ഞമ്മൾ അങ്ങോട്ട് വന്ന് കാണൂലായിരുന്ന. എന്താടാ പോയതു? ഉമ്മക്കെന്താടാ അന്റെ പോരേല് വന്നൂടെ? ഇത് നീ പുതുതായി വാങ്ങിയ കാറാ? നല്ല മുന്തിയ സാധനാണല്ലേ. വീടാണെങ്കിലേ അറക്കൽ കൊട്ടാരം പോലുണ്ട്. വീട് നാടാനൊക്കെ ഇത്രയും പൈസ? അൽഹംദുലില്ലാഹ്, എല്ലാം പഠിച്ചോന്റെ കൃപ. പിന്നെ ഞമ്മളെ മുതലാളി ഒരു അറബിയാണല്ല, അയാൾക്ക് ഞമ്മളോട് വലിയ പിരിസാന്ന് കൂട്ടിക്കൊണ്ടി. അയാൾക്കും വേണ്ടി അത്യാവശ്യം കള്ളക്കടത്തുണ്ടാവും അല്ലേ? അല്ലാണ്ട് ഇത്രയും പൈസ ഉണ്ടാവാനക്ക് വോട്ട് കട്ടാലെന്താ, പിടിച്ചു പറിച്ചാലെന്താ, പണം പണം തന്നെയല്ലേ? തന്നെ തന്നെ. ആജീക്ക ഈ കണ്ട മുതലൊക്കെ ഉണ്ടാക്കിയത്
പാവങ്ങളെ തോപ്പിച്ചാണെന്നും എല്ലാവരും പറയുന്നുണ്ടല്ല. നമ്മളും മൊയ്തുവിനെ കുറ്റം പറഞ്ഞല്ല. നേരായ മാർക്കത്തില് ഇങ്ങനെ കണ്ടമാനം പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയായിരുന്നു മൊയ്തു. കേറി കുത്തിരിക്കാജിക്ക. ആ നബീസു, നബീസു, അതാരാ വന്നേക്കണെന്ന് നോക്കിയേ. അറക്കല് ബീവിനെ പോലുണ്ടല്ല മൊയ്തു എന്റെ വീടറെ കേടാൻ. വീട്ടില് പോലും ഇത്രയും പൊന്നും കെട്ടി തൂക്കി നടക്കണയ്യേ. കറുപ്പ നൂലും ഇരുമ്പ് മോരും കെട്ടി ആടിനെ തീറ്റിക്കാൻ നടന്ന പെണ്ണല്ലേ? പൊന്നിനോട് വല്ലാത്ത പൂതി ഉണ്ടാവൂല്ലേ? ഹാജിക്കാക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഇപ്പൊ ചായ കുടിക്കാന്ന് വെച്ചാ ഞമ്മക്ക് സുഗറാ. സുഗറില്ലാണ്ട് കുടിക്കാന്ന് വെച്ചാലോ ഗ്യാസ്. അതുകൊണ്ടൊന്നും വേണ്ട. അല്ല, ആജിക്കാട് മക്കളൊക്കെ 3 വീടർമാരിലും കൂടി 11 മക്കളാ നമ്മക്ക്. 5 പെണ്ണും 6 ആണും. 5-ല് 4 ഞമ്മള് കെട്ടിച്ചയച്ച്. 4 സൗദിയിലും മസ്കറ്റിലും. ആൺമക്കളില് 2 ദുബായില്. മറ്റു 4 ബിസിനസ്. അങ്ങാടി മുഴുവൻ ആജിക്കാന്റെ മക്കളുടേതാണെന്ന് അറിയാം. ഒരാൾക്ക് തുണി, പിന്നൊരാൾക്ക് മലഞ്ചരക്ക്, വേറൊക്കെ തരക്കേടില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നമൊന്നുമല്ല. ഗൾഫിൽ പോയവര് സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യമൊക്കെ എവിടെ കൊണ്ടിടുന്ന? പറമ്പും ബംഗ്ലാവും വാങ്ങി നമുക്ക് മടുത്തു. 1-2 കോളേജും സംഘടിപ്പിച്ചു. ഇപ്പോ കേൾക്കുന്നത് ആശുപത്രി തുടങ്ങുന്നതാ ഏറ്റവും ലാഭമെന്ന്. പ്ലാനൊക്കെ ആയി. ആശുപത്രിന്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. 10 നില, 300 മുറി ഇക്കൊല്ലം തന്നെ പൂർത്തിയാവും. വിശ്വാസമുള്ള കുറെ ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയും വേണം. നമ്മള് പറയാൻ വരുന്നത് എന്താന്ന് പൊടി കിട്ടിയാ മൊയ്തു അനക്ക്? അല്ല, ഞമ്മക്ക് അത്ര അനക്കോന ബീസു പൊടി കിട്ടിയാ? എങ്ങനെ പിടി കിട്ടാനാ? വിവരം വേണ്ടേ? അന്റെ മോൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ട് എന്ന് കേട്ട്. പഠിപ്പ് കഴിഞ്ഞ വേണോ എന്റെ ആശുപത്രി മുഴുവൻ നോക്കി നടത്താനേ. അതിനെന്താ ഹാജിക്ക? കാര്യം നമ്മള് വലിയ കുടുംബക്കാരനാ. മൊയ്തു മീൻകാരനാ. നമ്മളത് നോക്കുന്നില്ല. കല്യാണം കയ്യാനെ കൊണ്ട് ഇമ്മക്കൊരു മോളുണ്ട് എന്ന് നമ്മള് പറഞ്ഞല്ല. അതിന് ഇമ്മള് മൊയ്തുവിന്റെ ചക്കന് കെട്ടിച്ചു കൊടുക്കാതെ നിശ്ചയിച്ചിരിക്കണേ. ഞമ്മളെന്താ ഈ കേക്കണ്? ഞമ്മളെ മോൻ ആജിക്കാന്റെ മോളെ കെട്ടുകയോ? എന്റെ റബ്ബേ, എല്ലാം പടച്ചോന്റെ കൃപ. എന്റെ അല്ലോ, അതിപ്പോ മോനോട് ചോദിക്കാണ്ട് മുണ്ടാണ്ടിരിക്കും വരാലേ. അവനോട് ചോദിക്കുന്നു. അവനോട് ചോദിച്ചിട്ടാണ് അവനെ ലാക്കട്ടാക്കാൻ ഷർത്ത്. അവനോട് ചോദിച്ചിട്ടാണ് നമ്മൾ അവന് പോകാൻ വേണ്ടി മുന്തി ഈ കാറ് മേങ്ങിയത്. യവന് ഒരു പെണ്ണിനെ കൊണ്ടുവരാനും യവന്റെ സമ്മതമൊന്നും ഞമ്മക്ക് വേണ്ട. സാരമില്ല മൊയ്തു. നബീസൂര് ലോകവിവരമില്ലാത്തല്ലേ. ഏതായാലും എല്ലാം തീരുമാനിക്കാരെ കണ്ട് ഇനിയും സമയമുണ്ടല്ല. അപ്പോ ഞമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങുക. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഞമ്മളെ ചക്കന് ആജിക്ക് മോളെ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവളെ വക ഓരോ കൊസറാക്കൊള്ളി. ഓനോട് ചോദിക്കണ്ടേ? നസീബ് വരുമ്പം പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കണ പകയച്ചി ഹാബുക്ക്. നമ്മൾ പറഞ്ഞ എന്താ ഇപ്പൊ തെറ്റ്? നമുക്കറിയാം ഹാജിക്കാന്റെ മോളേന്ന്. കാട്ടിലെ പള്ളിയിലെ നേർച്ചക്കന്ന് നമ്മള് മോളെ കണ്ടിന്ന്. ഡബർ പന്ത് പോലെ ഉരുണ്ടോട് നടക്കണ ഒരു സാധനം. വരോ ഇല്ല, നിറോ ഇല്ല. കിട്ടും ഞമ്മാന്റെ കയ്യിൽ നിപ്പോ. ഔവക്കറാജിന്റെ മോക്കെന്തിനാടി നിറവും തറവും? അയാളെ കുടുംബത്തേക്ക് ഞമ്മളെ മോൻ കേറി ചെല്ലുവാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഗമയാ. അതാരാടി 2 ആള് വരുന്നേ? ഹലാക്കിന്റെ കണ്ണു വരച്ചലുകൊണ്ട് ശരിക്കോട്ട് തിരിയുന്നുമില്ല. അല്ലോ, അത് നമ്മളെ ഗോവിന്ദേശമാനു അച്ചാളെ മോനും അല്ലേ? തന്നെയാ. അയാളെ തന്നെയാ ഞമ്മക്ക് കിട്ടണ്ടേ.
മോൻ യാക്കട്ട് ഭാഗം പഠിക്കാൻ പോയി എന്നൊക്കെ കേട്ടേക്കണ്. ബലകായും കടമേങ്ങാൻ വന്നതായിരിക്കും. ഈ ആ ബാതിലടിച്ച് ഔത്തെവിടെയെങ്കിലും പോയി കുത്തിരുന്നോ? പുറപ്പെടാന്ന് അജകളെ കണ്ടത്തിൽ നയിച്ച നമ്മളൊക്കെ ജീവിച്ചതെന്ന് മറക്കണ്ട കേട്ടാ. ഞമ്മളൊന്നും മറക്കൂല. അയാളെ കാണുമ്പോ എഴുന്നേറ്റില്ല എന്നും പറഞ്ഞു ഒരു ദിവസം ഷാപ്പൊന്നും ഞമ്മളെ ചവിട്ടിയിട്ടവനാ. അന്നോടാ പറഞ്ഞത് ആ ബാലിനടിച്ച് ഔത്തെവിടെയെങ്കിലും പോയി കുത്തിരിക്കാൻ. ചെല്ലി. ഇതെന്താ ജയ ഈ കാണുന്നേ? കൊട്ടാര മീൻകാരൻ മൊയ്തൂന് എവിടുന്നാ ഇത്രയൊക്കെ പണം? ഗൾഫിൽ വലിയ ബിസിനസ് ആണെന്നാ കേട്ടത്. ഈ കാറ് കണ്ടില്ലേ അച്ഛ, വലിയ വിലയുള്ളതാ. യാത്ര ചെയ്യാനും ഓടിക്കാനും സുഖ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ പോയി? പകൽ സമയത്ത് വാതിലടച്ച് അകത്തിരിക്കുക. എടാ മൊയ്തൂ, മൊയ്തൂ. ഇതാ ഇവിടെ ബെല്ലുണ്ടച്ച, വാതിലിനടിക്കണ്ട. ഏത് ഹമുക്കാ ഞമ്മളെ വാതിലിനടിക്കുന്നേ? ബെല്ല് വെച്ചേക്കണ അന്റെ മയ്യത്തെടുക്കാനാ? അല്ലല്ല അല്ലപ്പ ഇതാരാ? ഞമ്മളെ കോയിനായരാ. മോനുണ്ടല്ല. എല്ലാം പറയാം മൊയ്തൂ, ഒന്നിരിക്കട്ടെ. 2-3 നാഴിക വെയിലത്ത് നടന്നിട്ട് കാല് തളരുന്നു. പണ്ടൊരിക്കല് കാല് തളർന്ന് ഞമ്മള് ഷാപ്പിലെ ബെഞ്ചുമേല് കുത്തിരുന്നതിന് നേര് ഞമ്മളെ ചവിട്ടി ചളിയിലിട്ടത് ഓർമ്മയുണ്ടാ? നീ എന്താണ് മൊയ്തൂ കണക്ക് പറയാ? അല്ല, കണക്ക് തീർക്കുക. ഞങ്ങൾ കണക്ക് പറയാനോ കണക്ക് തീർക്കാനോ വന്നതല്ല മുതലാളി. മുതലാളിയാ? ഏമാ കേക്കണ്ട. ഏതായാലും ഇതായിരിക്കാം പഴയ മീൻകാരൻ മൊയ്തു ഈ ഷാജകസേനയിൽ ഇരിക്കണേന് ഏമാ മാപ്പാക്കണം കേട്ടാ. വാടാ മോനെ, നമുക്ക് പോകാം. സാരമില്ല അച്ഛ, വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. അച്ഛൻ അവിടെ ഇരിക്കേ. മുതലാളി കാലം മാറിയെന്ന് പറഞ്ഞതല്ലേ. ആ, നിനക്ക് നല്ല വിവരം കാണുന്നുണ്ടല്ല. സ്കൂളിൽ നിന്ന് മുന്തിയ മാർക്കൊക്കെ വാങ്ങി പാസ്സായത് നീ തന്നെയല്ലേ? പത്രത്തിൽ ഞമ്മള് പടം കണ്ടേക്കണ്. ഈ എന്നല്ലേ മെഡിസിന് സീറ്റ് കിട്ടി പഠിക്കാൻ പോയി എന്നൊക്കെ കേട്ടത് ശരിയാണ്. ഫീസിനും മറ്റുമായി ഒരു കൊല്ലം ഏതാണ്ട് 2 ലക്ഷം വരുമത്രേ. അങ്ങനെ വരട്ടെ. അപ്പൊ പഠിക്കാൻ കായ് കടമേങ്ങാൻ വന്നതാണല്ലേ? വേണ്ട, ഞാൻ പഠിക്കുന്നില്ലാന്ന് വെച്ചു. പടച്ചോനെ, ഈ എന്ത് പോയത്താ പകേ ഈ കാട്ടിയത്? വെറുതെ കിട്ടിയ സീറ്റ് ഫീസിന് കായില്ല എന്നും പറഞ്ഞ് വേണ്ടാന്ന് വെച്ച് വരുവേ. ഞമ്മളെ മോന് സീറ്റ് കിട്ടാൻ ഞമ്മള് കൊടുത്തത് എത്രയാന്നറിയാ? 38 ലക്ഷം. ചേരുമ്പം തന്നെ 10-40 കൂട്ടിക്കൊള്ളി. പഠിപ്പുണ്ടായാലും പണമില്ലാത്തവന് ഡോക്ടറും മറ്റും ആവാൻ പറ്റാത്ത അവസ്ഥയാ വന്നുചേർന്നിരിക്കുന്നത്. പഠിപ്പില്ലെങ്കിലും കായുണ്ടായാൽ ഡാക്ടറാകാൻ പറ്റൂന്ന് പറയുന്ന അവസ്ഥയും. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് നമുക്ക് പോവാം മോനെ. യേശമാൻ എന്താ അത്ര തിരക്ക്? അല്ല, ഇരുത്തം ശരിയായില്ല എന്നുണ്ടാ? മുതലാളി പുതുതായി വാങ്ങിയ കാറിന് ഒരു ഡ്രൈവർ വേണമെന്ന് അറിഞ്ഞു. എന്നെ നിശ്ചയിക്കണമെന്ന് പറയാൻ വന്നതാ. അതിന് അനക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസും ഉണ്ട്. മീൻകാരൻ മൊയ്തുവിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഏമാനങ്ങനെ സമ്മതിച്ച്? ആരുടെ ഓശാരത്തിന് വന്നതൊന്നുമല്ല. ശമ്പളത്തിന് ആരുടെ കീഴിലാ പണിയെടുത്തുകൂടാത്തത്? ഏതായാലും ഇങ്ങളെ മോനെ ഞമ്മള് ഡ്രൈവറായി നിശ്ചയിച്ചേക്കണ്. മുന്തിയ പഠിപ്പുള്ള മുന്തിയ ജാതിയിൽപ്പെട്ട ഒരു ചക്കനെ തന്നെയാ ഞമ്മളെ മോന് ഡ്രൈവറായി മാണ്ടത്. മറ്റുള്ള ഡ്രൈവർമാർക്ക് കൊടുക്കുന്നതിലും 500 ഉറുപ്പ്യ ഞമ്മള് അനക്ക് ജാസ്തി തരും. ആ നബീസു, എടി നബീസു, ഇങ്ങോട്ട് വരാൻ. എന്തിനും വിളിച്ചേ? ആ, യവനെ കണ്ട ഞമ്മളെ പുതിയ ഡ്രൈവർ. ആ നിക്കണത് യവന്റെ അച്ഛൻ കോയിന്നായര്. റബ്ബേ, യേശമാൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലേ. അതെ, യേശമാൻ ഒന്നും വിചാരിക്കറ്.
മോൻ ഡാക്കിട്ടറാവാൻ പോയ ശേഷം വല്ലാത്ത നെകളിപ്പാ. നമ്മളൊന്നും മറക്കൂല. ചീത്ത പറയെങ്കിലും പട്ടിണി കിടക്കുമ്പോ നായി അരി കിട്ടണമെങ്കിൽ ഏമാന്റെ അടുത്ത് തന്നെ വരണം. ഏമാന്റെ കണ്ടത്തില് ശൈത്തം തുടങ്ങിയാലും പടച്ചോനെ നിങ്ങളൊന്നും വിചാരിക്കറ് കേട്ടാ. നേരം പോലെന്നാല് ഒരു 40 തൊട്ടെങ്കിലും ഇയാളെ ചവിട്ട് കൊള്ളണം എനിക്ക്. നബീസു, അന്നോടാ ഞമ്മൾ പറഞ്ഞത് പുറപ്പെടാൻ. കാറില് നാടായ നാട് മൊയ്മ ചുറ്റി അടിക്കണം. ആദ്യം പോകുന്നത് ആജിക്കാന്റെ വീട്ടില്, പിന്നെ ഓരോ മക്കളെ പൂജകളിലെല്ലാം പൊടി പോയി വളയും മാലയും കുറച്ചും കൂടി ഭാര്യയിട്ടോ, മേത്തെല്ലാം അത്തറും കോഴി ചോദിച്ചോ. ആ കോഴിനെന്നാരെന്താ ഇനി നിക്കുന്നേ? നിങ്ങൾ പോയിക്കോളിന്ന്. ജയന് ഇവിടെ പണിയുണ്ട്. ആ പണി കഴിഞ്ഞ് ഞാൻ വരാ അച്ഛാ. ഏട്ടന് പണി കിട്ടിയ വിവരം നളിനിയോട് പറയണം. അവളുടെ മുഖത്ത് അല്പമെങ്കിലും സന്തോഷം വരട്ടെ. ഇസ്ലാമിങ്ങളുടെ ചായ കുടിക്കാൻ വിഷമോ ഇല്ലെങ്കില് ലേശം ചായ കാച്ചിട്ടാ. നബീസു, അന്നോടാ ഞമ്മൾ പറഞ്ഞത്. നേരം വൈകിന്ന്. നമ്മൾ പോയേ. ചായയൊന്നും വേണ്ട നബീസു. ഏതായാലും നിനക്കെങ്കിലും അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലോ. ഞാൻ വരട്ടെ ജയ. ഹലോ ജയൻ, നീ ഈ ട്രെയിനിലുണ്ടായിരുന്നു? ഞാൻ നീ വരുന്നതും കാത്തില്ല. ഞാൻ വരുന്ന വിവരം ആര് പറഞ്ഞു? നിന്റെ ബാപ്പ. നീ മെഡിക്കൽ കോളേജിൽ നിന്ന് എപ്പോ വന്നു? എല്ലാം പറയാം. നീ വണ്ടിയിലോട്ട് കയറും. ഇത് നിന്റെ വണ്ടിയാ? സൂപ്പറാണല്ലോ. എങ്ങനെ ഒപ്പിച്ചെടുത്തു? മെഡിസിന് ചേരുമ്പോഴേക്കും സ്ത്രീധനവുമായി ഓരോരുത്തർ വന്നോ? അതിനാരാ മെഡിസിന് ചേർന്നത്? മെറിറ്റ് സീറ്റിൽ തന്നെ സെലക്ഷൻ കിട്ടി. നീ മെഡിക്കൽ കോളേജിൽ ചേരാൻ പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഞാനപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ മാനേജ്മെന്റ് സീറ്റിന് വേണ്ടി പണം നിറച്ച സൂട്ട്കേസുമായി നടക്കുകയായിരുന്നില്ലേ? മെറിറ്റിലായിട്ടും എനിക്ക് ചേരാൻ പറ്റി. ഒരു കൊല്ലത്തെ ഫീസ് തന്നെ 1.25 ലക്ഷം. 5 കൊല്ലത്തേക്കുള്ള ചെലവ് നീ കൂട്ടി നോക്കും. വീടും പറമ്പും അടക്കം സ്വത്തുക്കളെല്ലാം ബാങ്കിലും മറ്റും പണയത്തിലാണ്. ഞാൻ എന്തായി കേൾക്കുന്നത്? ലിസ്റ്റിൽ മുകളിലുള്ള നിനക്ക് പണമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ കഴിയാതെ വരിക. ലിസ്റ്റിൽ പോലും പെടാത്ത ഞാൻ പണം കൊടുത്ത് പഠിക്കുക. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? കിട്ടിയ സൗകര്യം ഉപയോഗിച്ച് നല്ലപോലെ പഠിച്ച് കേമനായ ഒരു ഡോക്ടർ ആവണം, അത്ര തന്നെ. എന്നിട്ട് 100ഉം 150ഉം വെച്ച് ഫീസ് വാങ്ങി കാറും ബംഗ്ലാവുമായി സുഖിക്കണം. നീ സെക്രട്ടറി ആയിരുന്ന വിദ്യാർത്ഥി സംഘടന ഫീസ് വർധനയ്ക്കെതിരായി സമരം ചെയ്തപ്പോ ഞാനുമുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിക്കാനും തല്ലുകൊള്ളാനും. അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നുകള. പണമുണ്ടായാൽ ആവശ്യം വരുമ്പോ ആദർശങ്ങൾ വിലക്ക് വാങ്ങാൻ കിട്ടും. അല്ല, ഈ കാർ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞില്ല. ഞാൻ ഇതിന്റെ ഡ്രൈവർ. അപ്പോൾ മുതലാളി? നീ കളിയൊക്കെയാണോ? ഞാൻ നിന്റെ ഡ്രൈവർ. നിനക്ക് വേണ്ടി നിന്റെ ബാപ്പ വാങ്ങിയ കാറാണിത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ ഡ്രൈവറായി ചേർന്നു. നീ എന്റെ ഡ്രൈവറോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് എന്റെ നേതാവും മാർഗദർശിയുമായിരുന്ന നീ എന്തിനീ ജോലി ഏറ്റെടുത്തു? ഇനിയും വിശദീകരിക്കണം. എന്റെയും കുടുംബത്തിന്റെയും കഞ്ഞികുടിയാണ് പ്രശ്നം. നീ ദയവായി ഇത്തരം സെന്റിമെന്റ്സ് കള. നിന്റെ ബാപ്പയെ കണ്ട് പഠിക്കുക. ഒരു കാലത്ത് വളരെ കഷ്ടപ്പെട്ടു. ഇപ്പോ ധനികനെ പോലെ ജീവിക്കാൻ നോക്കുന്നു. ക്ലാസ്സിൽ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ജയ. പണം കൊടുത്ത് ചേർന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടത്രേ. ട്യൂഷനും മറ്റും വെച്ച് എല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന് പ്രൊഫസർ പറയുന്നു. നീ മാത്രമല്ല, ഭൂരിപക്ഷം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇങ്ങനെ അവസരത്തിനൊത്ത് ഉയർന്നു വന്നവർ തന്നെയാണ്. കാര്യം എന്റെ ബാപ്പയൊക്കെ തന്നെയാ. ഓരോ അല്പത്തരങ്ങൾ കാട്ടുന്നു കാണുമ്പോ എങ്ങനെയാ സഹിക്കുക? അല്പൻ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിന്റെ ബാപ്പ സ്വന്തമായി സമ്പാദിച്ച കാശ് കൊണ്ടാണ് അഹങ്കരിക്കുന്നതെങ്കിലും കരുതാം. ജനങ്ങളുടെ നികുതി കാശും കൊണ്ട് രാപ്പകൽ കാറിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി സുഖിച്ചു മതിക്കുന്നവരെ കുറിച്ച് നീ എന്തു പറയും? ഇതാ വീടെത്തി. ഞമ്മളെ മോൻ വന്ന് നബീസു, എടി നബീസു, അവിടെ എന്തെടുക്കോ ബലാലെ? ഞമ്മളെ മോനെത്തിന്ന്. മോനെ, അനക്ക് കാറും മുനി പൂച്ച. ഈ നാട്ടിൽ വെച്ച് ഏറ്റവും മുന്തിയ കാറാ. മോനെ ഹാരിസേ, എന്റെ പടച്ചോനെ,
ഒരു മാസം കാണാണ്ടിരിക്കുമ്പോ തന്നെ ഉമ്മാന്റെ കാൽപ്പിൽ ഒരു പരവേശം തുടങ്ങിയിട്ടാ. വന്നോ, മോൻ ഇഷ്ടപ്പെട്ട പത്തിരിയും കോഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വരീന്ന്. അനക്കെന്താടാ ഹാരീസ് ഒരു തെളിച്ചില്ലാണ്ട്? അനക്കെന്റെ ഡ്രൈവറെ പിടിച്ച മെഡിസിന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മെഡിസിന് പഠിക്കുന്നവന്റെ ഡ്രൈവർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യാടാ. ഞാൻ പോട്ടെ ഹാരീസേ, നാളെ കാലത്ത് വരാം. ആ ക്രാവിനെ ഇങ്ങനെ ബസ്സിലാക്കണ്ടായിരുന്നു. എന്റെ മോനെ, ഈടായി എപ്പ ഇങ്ങനെ തന്നെയാ. എല്ലാം പടച്ചോൻ കേൾക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടാ. ഉമ്മ, ഞാനൊന്ന് പുറത്തെല്ലാം ചുറ്റിയടിച്ചിട്ട് വരാം. ജയൻ ഇപ്പം വരുമോനെ, കാറിൽ പോയാ മതിന്ന്. ദൂരെ എങ്ങും പോകുന്നില്ല ഉമ്മ. കാറിലല്ലാതെ വീട്ടിന്റെ പുറത്തിറങ്ങണ്ടാന്ന എന്റെ ഉപ്പാന്റെ ഓർഡർ. പറഞ്ഞാ കേക്കാണ്ടിരുന്ന നാർന്ന ഭർത്താനെ ആ നാവിന്ന് പിയൂ. കാലത്തിന്റെ ബാപ്പ എങ്ങോട്ടാ പോയത്? അതറിയില്ലേ? ഇപ്പൊ ഹാജിക്ക് വലിയ കൂട്ട്. സോബേക്കിന് കാറും കൊടുത്ത് ഹാജിക്ക ഓരോ ഡ്രൈവറെ വിട്ടിന്. മോനറിയോ, ഹാജിക്ക 10 നിലയുള്ള ഒരാശുപത്രി എടുക്കുന്നുണ്ട്. നമ്മുടെ മോൻ പഠിപ്പ് കഴിഞ്ഞ് വന്നാ അവിടെയാ പണിയെടുക്കാൻ പോണത് പോലും. പഠിപ്പ് കഴിയട്ടുമ്മ. സ്വകാര്യ ആശുപത്രികൾ ഒരുപാട് പൊന്തി വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഒരു പണി കിട്ടാതിരിക്കില്ല. പിന്നെ മോൻ അവിടെ വെറും ഡോക്ടർ അല്ലാത്രേ, മറ്റു ഡോക്ടർമാരുടെ ഒക്കെ മേലെയാന്ന്. ഒരു ദിവസം ഹാജിക്ക വന്ന് അന്റെ ബാപ്പയോട് പറയണത് ഞാൻ കേട്ടതാന്ന്. ഹാജിക്കെന്താ എന്നോട് ഇത്ര വലിയ സ്നേഹം വരാൻ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളായിരുന്നല്ലോ. നമ്മക്കൊന്നും അറിയില്ല എന്റെ പടശോനെ. എല്ലാം എന്റെ ബാപ്പ എന്നെ പറയൂ. എന്താ ജയം വന്നല്ലോ. എങ്ങട്ടാ ഹാരിസ് പുറപ്പെട്ടു നിൽക്കുന്നത്? ഞാൻ കൊണ്ടുവിടാം. കാറിൽ പോകേണ്ട സ്ഥലമൊന്നുമല്ല, വെറുതെ ഒന്ന് കറങ്ങാനാ. ഇവിടെ ഇരുന്ന് ബോറടിക്കായിരുന്നു. ഇനിയിപ്പോ ജയം വന്നില്ലേ, ഇവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലും മതി. ജയം കയറിയിരിക്കേ. വേണ്ട, ഞാനിവിടെ പുറത്തിരുന്നോളാം. കയറി വന്ന് സെറ്റിലിരിക്കാനാ പറഞ്ഞത്. അത് മോനെ, ജയൻ ജോലിക്ക് ചേരാൻ വന്ന ദിവസം ജയന്റെ അച്ഛനെ അന്റെ ബാപ്പ വല്ലാണ്ട് ബസലാക്കി. അതിന്റെ വിഷമം കൊണ്ടായിരിക്കും ഇരിക്കാത്തത്. കേറിയിരിക്കും മോനെ, ഒലിടെ ഇല്ലാന്ന്. ബാപ്പാന്റെ സ്വഭാവം ജയൻ അറിയില്ലേ? നാക്കെടുത്ത് അല്പത്തരമേ പറയൂ. ജയന് ഞാൻ ചായ കൊണ്ടുവരാം. നല്ല പുട്ടും കടലയുണ്ട്, കുറച്ച് എടുക്കട്ടെ? അയ്യോ, വയറ് ഫുള്ളാ. നളിനി അറിയാലോ, കൊണ്ടുവച്ച പലഹാരങ്ങൾ മുഴുവൻ തീറ്റിച്ചാലേ അവള് വിടുകയുള്ളൂ. പശുവിനെ നിർബന്ധിച്ച് പുല്ല് തീറ്റിച്ച ശീല. പാവം എന്റെ നളിഞ്ഞൂട്ടി. അമ്മ പോയ ശേഷം പെരുത്ത് കഷ്ടപ്പാടായിരിക്കുമല്ലേ. +2 ഡിസ്റ്റിങ്ഷനോട് പാസ്സായതല്ലേ, തുടർന്ന് ഇവിടെയും ചേർത്തില്ലേ? എവിടെ ചേർക്കാൻ? എന്റെ അവസ്ഥ തന്നെ കാണുന്നില്ലേ? ആ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ പഠിച്ചോനെ. കേറി പറഞ്ഞ തട്ടവും തുണി എപ്പം കൊണ്ടായാലും ആ കുട്ടി തുന്നി തരും. മൂക്കുമൽ ഇഞ്ചിന്നല്ലാതെ ചേന്റെ അച്ഛനും ഉള്ളില് നല്ല ദയാ. അച്ഛന്റെ കാര്യം കഷ്ട. ഞാൻ മെഡിസിന് ചേരാതെ തിരിച്ചു വന്ന ശേഷം അച്ഛൻ പുറത്തിറങ്ങാറില്ല, ആരോടും മിണ്ടാറുമില്ല. പക്ഷേ നളിനി ഉണ്ടോ ഇവിടുന്ന്? പാല് വിറ്റ് കിട്ടിയ കാശ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ച് മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കുറച്ചു നേരം പഴയ ഗോവിന്ദൻ നായരാവും. അച്ഛന്റെ പുരാണവും പാട്ടും തുടങ്ങുമ്പോൾ മാത്രമേ വീടിന് ജീവൻ വെക്കുള്ളൂ എന്ന നളിനിയുടെ ന്യായം. ഉമ്മ, ചായ കൊണ്ടുവരാൻ മറന്നോ? അല്ലോ, നമ്മളത് മറന്നല്ലോ. ഇപ്പൊ കൊണ്ടുവരാൻ മോനെ കേട്ടാ. ആരെങ്കിലും വർത്തമാനത്തിന് കിട്ടിയ ഉമ്മ എല്ലാം മറക്കും. ബാപ്പാന്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ഉമ്മയാ. എന്റെ അമ്മയും ഏറെ സഹിച്ചാ പോയത്. എത്ര സ്വത്തുണ്ടായിരുന്നതാ, മുഴുവൻ അന്യാധീനപ്പെടുന്നത് കണ്ട് ഉള്ളുരുകി മരിച്ചതാ. ജയന്റെ ഒരു കസിനില്ലേ, ഒരു ബാലകൃഷ്ണൻ, നന്നായി വോളിബോൾ കളിക്കുന്ന ഒരാൾ. ജോലി അന്വേഷിച്ച് നാട് വിട്ടതാ, പിന്നെ വിവരമൊന്നുമില്ല. ഇതാ മോനെ ചായ. ഇത് മോന്. എന്റെ അല്ലോ, ഓലാതെ വരുന്നുണ്ടല്ലോ. ഞാൻ പുറത്തിരിക്കാം. വേണ്ട, അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കൂ. അല്ലപ്പ ഇതാരാ മോന്റെ ഒന്നിച്ച് സെറ്റിയിലിരുന്ന് ചായ കുടിക്കണേ? ഓന്റെ ഡ്രൈവറാ. എഴുന്നേക്കടാ അവിടുന്ന്, ഹറാൻ പറഞ്ഞോനെ. ബാപ്പ, താണ വർത്തമാനം പറയരുത്. ഞമ്മളെ വർത്താനം പഠിപ്പിക്കാൻ ഈ ആയിട്ടില്ല. ഞമ്മക്കറിയാം, ഈ പണ്ട് ഇവന്റെ ഒപ്പരം ഇംഗിലാവ് വിളിച്ചു കുറെ നടന്നതാണല്ല.
ഇപ്പും ഓനോടുള്ള പേടി മാറിയിട്ടില്ല അല്ലേ? ഇക്കണക്കിന് നാളെ ഓൻ മുതലാളിയും ഈ ഓന്റെ പണിക്കാരനും ആവുമല്ല. മാണ്ട, ഓന്റെ പണി ഇതോടെ മതിയാക്കി പോടാ. പോർത്ത് നാളെ തൊട്ട് ഇവിടെ വരണ്ട. പഠിച്ചോനെ ഹാരിസിന്റെ കൂടെ ഇരുന്നേ ഓനെ പുറത്താക്കേ. നിങ്ങളെ ദിവസം കുറെ കൂടുന്നുണ്ട് കേട്ടാ. ബാപ്പാ, ഓ ബാപ്പാ, ജയനെ പിരിച്ചുവിടരുത്. ജയൻ ഡ്രൈവർ മാത്രമല്ല, പണ്ടേയുള്ള എന്റെ അടുത്ത സ്നേഹിതനാ. അതുകൊണ്ട് അവനെ വിളിച്ചടുത്തിരുത്തിയത്. ഞമ്മക്ക് ബാക്ക് ഒന്ന്. ഇനി ഓനുകിട ഇല്ല എന്ന് പറഞ്ഞാ അത് ഇല്ലാത്തത് തന്നെ. സാരമില്ല ഹാരിസേ, ഞാൻ വരട്ടെ, പിന്നെ കാണാം. നിങ്ങൾ ഓനെ തിരിച്ച് വിളിക്കുന്നുണ്ടാ? നമ്മളെ പറയുന്ന ഓനെ വിളിക്കുന്നു. ഈ ആരാടി ഞമ്മളോട് കൽപ്പിക്കാൻ? ഞമ്മളെ ചവിട്ട് കൊള്ളേണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഒരു മൂലൊക്കെ കുത്തിരുന്നോ? ഇമാതിരി ഓരോ വൃത്തികെട്ട വർത്തമാനങ്ങൾ കേൾക്കുമ്പോ ഇവിടെ ജീവിക്കണ്ടെന്ന് തോന്നുക. അന്നെ വൃത്തികെടാണ്ട് ജീവിപ്പിക്കാനാ ഇമാതിരി വർത്താനം ഞമ്മള് പറയണേ. ഈ ആരാന്നാ ഇപ്പൊ ഇന്റെ വിചാരം? എനിക്കാരും ആകണ്ട. വേണം. ഈ ഒരു ഡാക്ടർ മാത്രമല്ല, 10 നിലയുള്ള ഒരു ആശുപത്രിന്റെ മുതലാളിയാ. ഇതൊക്കെ ബാപ്പ നിശ്ചയിച്ചാ മതിയോ? മതി. ഇന്ന് ഞമ്മൾ അടുത്ത സ്നേഹിതൻ ആരാണെന്ന് അറിയാ. ഈ നാട്ടിലും മറുനാട്ടിലും പേര് കേട്ട കണത്തിൻകര ഔവക്കർ ആജി. അപ്പോ ഞമ്മളെ മോനോ ആജിന്റെ പുന്നാരകളെ മോളെ കെട്ടിയോൻ ഇന്ന് എല്ലാം പറഞ്ഞുറപ്പിക്കാൻ വിളിപ്പിച്ചതാ. നിക്കാഹിന് പഠിപ്പ് കയ്യാനൊന്നും നിക്കണ്ടാന്ന്. ഈ എന്താടി ബലാലെ, പുന്നാര മോനോട് ഇതൊന്നും പറഞ്ഞില്ലേ? ഓ എല്ലാം നിങ്ങൾ എന്നെ അങ്ങ് തീരുമാനിക്കുന്നതല്ലേ? നിങ്ങൾ എന്നെ ഓനോടും പറഞ്ഞോട്ടെന്ന് വെച്ച്. ആരുടെ കല്യാണക്കാരിയാ നിങ്ങളൊക്കെ പറയുന്നത്? ഡാക്ടറായി ഇന്ന് വെച്ച് അനക്കിപ്പോ മലയാളം പറഞ്ഞാ തിരിയൂലേ? ഈ ഔവക്കറാജിന്റെ മോളെ കെട്ടാൻ പോണെന്ന് തിരിഞ്ഞ കല്യാണമൊക്കെ പഠിപ്പ് കഴിഞ്ഞിട്ട്, അതും പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടൽ മാത്രം. ഞമ്മള് ആജീക്കാക്കും മക്കൾക്കും ഇപ്പം വാക്ക് കൊടുത്തിട്ട് വന്നതേ ഉള്ളു. എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ വാക്ക് കൊടുത്തത്. അന്റെ കാര്യങ്ങളൊന്നും അന്നോട് ചോദിച്ചിട്ടല്ലല്ല നമ്മൾ ഇതുവരെ ചെയ്തത്. ഡാക്കിട്ടത് ഭാഗത്തിന് ചേർക്കാൻ നമ്മൾ അന്നോട് ചോദിച്ച, കാറ് മേങ്ങാൻ നമ്മൾ അന്നോട് ചോദിച്ച, ഈ ആരെ കെട്ടണമെന്നും നമ്മൾ തീരുമാനിക്കും. അങ്ങനെ മുഴുവൻ ഇപ്പൊ നിങ്ങൾ അങ്ങനെ അങ്ങ് നിശ്ചയിക്കണ്ട. നമ്മളെ മോന്റെ കല്യാണ കാര്യമെങ്കിലും നമ്മളെ കൊണ്ട് പറഞ്ഞേ പറ്റൂ. ചവിട്ടട്ടെ മോനെ, നമ്മളെ കൊന്നാലും ഓന്റെ ഇഷ്ടപ്രകാരേ കല്യാണം വേണ്ടു തന്നെ നമ്മള് പറയുള്ളൂ. മാണ്ട മാണ്ട, ഞങ്ങള് ഇനിയും ഇവിടെ നിന്നാല് ഇനിയും ഞമ്മള് വല്ലതും ചെയ്തു വരും. ഇങ്ങനെയാണെങ്കിൽ മെഡിസിന് ചേരണ്ടായിരുന്നു. എന്റെ പഠിച്ചോനെ, കഷ്ടപ്പാടുള്ള ആ പഴയ ജീവിതം തന്നെ മതിയായിരുന്നു മോനെ. ഗൾഫിൽ നിന്ന് പണവും പൊന്നും മാത്രമല്ല, ചുമക്കാൻ കഴിയാത്ത അത്ര അഹമ്മദിയും കൊണ്ട് തന്നെ വന്നിരിക്കുന്നു. തുടങ്ങി ശംഖുവിളി. മോളെ കാണാത്ത സങ്കടാ? എപ്പോഴും മോളെ അടുത്ത് നിർത്തി പാല് കൊടുക്കണമെന്ന് വെച്ചാ നിന്നെ പോറ്റുന്ന എന്തിനാ? നിന്റെ മോളെ ഒന്നും ചെയ്തിട്ടില്ല. സംഭാരം കൊടുത്ത് പറമ്പത്ത് കളിക്കാൻ വിട്ടിട്ടുണ്ട്. അല്ല, നീ എന്ത് പണിയാ ഈ കാട്ടിയത്? പുല്ല് തിന്നാനുള്ളതല്ലേ? ഇങ്ങനെ ചവിട്ടി മെതിക്കുന്ന എന്തിനാ? എത്ര കഷ്ടപ്പെട്ട ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നെന്നറിയോ തമ്പുരാട്ടിക്ക്? നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ ഇവിടെ ബാലേട്ടനില്ലാന്നറിയാലോ. കണ്ടേ മതിയാവൂന്നുണ്ടെങ്കി കയറഴിച്ചു വിടാം. പോയി കൂട്ടിക്കൊണ്ടുവാ. പോയിട്ട് എത്ര ദിവസായി? ഒരു കാർഡെങ്കിലും അയച്ചുകൂടെ? അച്ഛൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇത്ര കുശുമ്പ് പാടില്ല. ഇവിടെ മറ്റു ചിലരും ഉണ്ടല്ലോ. അല്ല നളിനിയമ്മേ, നീ ആരോടാ വഴക്ക് കൂടുന്നത്? ഇത് കണ്ടോ ഡോക്ടറെ? പുല്ല് മുഴുവനും പശു ചവിട്ടി കുഴച്ചിട്ടിരിക്കുന്നു. സാരമില്ല, അതൊക്കെ വൃത്തിയാക്കി അതിനെ കൊണ്ട് തന്നെ ഞാൻ തീറ്റിക്കാം. ചെയ്ത കുറ്റത്തിന് ഒരു കുപ്പി പാല് കൂടുതൽ പിഴയൊടുക്കാനും പറയാം. ആട്ടെ, ഡോക്ടർ പോയ കാര്യം എന്തായി? ഡോക്ടർ വിളി സ്ഥിരാക്കിയോ? അങ്ങനെ വിളിച്ചിട്ടെങ്കിലും മോഹം തീർക്കണ്ടേ ഏട്ടാ? അത് പോട്ടെ, ജോലി വല്ലതും തടഞ്ഞോ? 1 അല്ല 2. സത്യം?
നമ്മൾ കരുതും പോലെ ഈ രാജ്യത്ത് ജോലിക്ക് യാതൊരു വിഷമവുമില്ല. ക്ഷാമമുണ്ടെന്നൊക്കെ മടിയമ്മ പറഞ്ഞു പരത്തുന്ന നുണകളാ. അതൊരു വലിയ കണ്ടെത്തലാണല്ലോ. ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയതും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാറിനെ കണ്ടു. അപ്പോൾ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞു. സംഗീത ക്ലാസുകൾ, തുന്നൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഓരോ സേവന കേന്ദ്രങ്ങൾ തുടങ്ങുന്നതാണ് ജോലി. മാസാവസാനം ശമ്പളം കൃത്യമായിട്ട് ഒപ്പിട്ട് വാങ്ങാം. എത്ര രൂപ ശമ്പളം കിട്ടും? ശമ്പളം വലിയ മോശമല്ല, 700 രൂപ. 700 രൂപ. ഇവിടെ കന്നുകാലി പരിപോഷണ കേന്ദ്രത്തിൽ ജോലി നോക്കിയാ ഞാൻ തരാം 750. ദിവസം 25 രൂപ. കേന്ദ്രത്തിന്റെ MD നീയായിരിക്കും. 2 നേരം പശുവിന് പുല്ലരിഞ്ഞു കൊടുക്കണം. അതല്ലേ ജോലി? പശുവിനെ കറക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. അളവ് കുറഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് കട്ടുണ്ടാവും. അപ്പൊ പിന്നെ മുഴുവൻ ശമ്പളവും കട്ട് ചെയ്തു പോകുന്നർത്ഥം. തൊഴിൽ വേട്ടയുടെ കഥ തുടങ്ങിയതേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റിനോട് മറുപടി പിന്നെ പറയാമെന്നേറ്റ് ബസ് കയറി ടൗണിൽ ചെന്ന് ഇറങ്ങിയതും അതാ നിൽക്കുന്നു. നല്ല സസ്പെൻസിലാണല്ലോ അവതരണം. ആരെയാ അവിടെ കണ്ടത്? ഭാഗ്യലക്ഷ്മിയെ. എന്റെ കൂടെ മെഡിസിന് ചേരാമെന്ന കുട്ടിയാ. ഞാൻ കോഴ്സിന് ചേരാതെ തിരിച്ചു വന്ന കഥ അറിഞ്ഞ ഉടനെ ഭാഗ്യലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ തന്നെ മോഹാലസ്യപ്പെട്ടു. മോഹം തീർന്ന ശേഷം അവൾ എന്നെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അതാ അവളുടെ അച്ഛൻ. അതിമാന്യമായ പെരുമാറ്റവും രൂപവും. അടുത്ത് പിടിച്ചിരുത്തി. ഭാഗ്യലക്ഷ്മിയുടെ വക 1-ാം തരം കാപ്പിയും ബിസ്ക്കറ്റും. ഒരു ജോലിക്കാണോ ജയൻ വിഷമിക്കുന്നത്? ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഉടനെ ജോലിക്ക് ചേർന്നോളാൻ പറഞ്ഞു. ജീപ്പുമായി എസ്റ്റേറ്റിൽ പോകണം. രാത്രിയാ ജോലി. കൂടെ മാനേജറുണ്ടാവും. ജീപ്പിൽ എന്താണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നതെന്നും ഡ്രൈവർ അന്വേഷിക്കരുത്. ഭയങ്കര സസ്പെൻസ് ആണല്ലോ. ഡോക്ടറുടെ കഥയുടെ വേഗത ഒന്ന് കൂട്ടാമോ? ശമ്പളം 5000. ഡ്യൂട്ടിക്ക് പോയ ഓരോ ദിവസവും 500 രൂപ സ്പെഷ്യൽ അലവൻസ്. എന്താ വല്ല കള്ളക്കടത്ത് ബിസിനസ്സുമാണോ? അതിലും കടുപ്പം. കഞ്ചാവ് കടത്ത്. പിടികൂടിയാൽ ഡ്രൈവർക്ക് ജീവപര്യന്തം. മാനേജർ ഓടി രക്ഷപ്പെടും. മുതലാളി ഒരു പാവം ചെറുകിട റബ്ബർ വ്യാപാരിയാ. നഗരത്തിലെ ലയണായി ഭാഗ്യലക്ഷ്മിയെയും പരിപാലിച്ചു കഴിയും. അങ്ങനെ എന്റെ ഏട്ടൻ രക്ഷപ്പെട്ടു. ഡ്രൈവറുടെ പണി സ്വീകരിക്കേണ്ടെന്നും പഴയ ഡ്രൈവർ ജയിലിൽ നിന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ലെന്നും ഭാഗ്യലക്ഷ്മി തന്നെ രഹസ്യമായി പറഞ്ഞു. മീൻകാരൻ മൊയ്തുമാപ്പിള എത്ര ഭേദം. ആ ഡോക്ടർ ഒരു കാര്യം ചെയ്, ഇവിടെ അടങ്ങിയിരുന്നാ മതി. 1-2 പശുക്കളെ കൂടി വാങ്ങാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. പിടിപ്പത് പണി ഞാൻ തരാം. അവസാനം പണിയൊന്നും കിട്ടാതെ നിരാശനായി ഏട്ടൻ തിരിച്ചു വന്നു എന്നാ കന്നുകാലി വളർത്തൽ ഡയറക്ടറുടെ വിചാരം. ഭാഗ്യലക്ഷ്മിയുടെ സഹതാപ പാണ്ഡവും പേറി നാട്ടിലേക്ക് ബസ് കയറിയപ്പോ അതാ ബസ്സിൽ നമ്മുടെ ശങ്കരൻ മാഷ് ഇരിക്കുന്നു. മാഷ്ടെ കണക്ക് ട്യൂഷൻ ക്ലാസ്സിന് എന്താ പ്രശസ്തി. അന്യനാട്ടിൽ നിന്ന് പോലും പഠിക്കാൻ കുട്ടികൾ വരുന്നുണ്ടത്രേ. മാഷ് ട്യൂഷൻ എടുത്ത കണക്കിന് ഉറപ്പായും പാസ്സാകുമെന്ന ഏത് മരമടനും വിചാരിക്കുന്നത്. ശ്വാസം മുട്ടുകൊണ്ട് ഒറ്റക്ക് ക്ലാസ് നടത്താൻ കഴിയില്ല അത്രേ. ഒരു സഹായിയെ വേണം. മാഷ് കണ്ടുപിടിച്ചത് എന്നെയാ. മെഡിസിന് പോയി തിരിച്ചു വന്നു എന്ന് കേട്ടത് മുതൽക്ക് എന്നെ അന്വേഷിക്കുക അത്രേ. മാഷ് കൊള്ളാലോ. റാങ്കുകാരനായ പഴയ വത്സല ശിഷ്യനെ തന്നെ കണ്ടുപിടിച്ചല്ലോ. വെറുതെ ഒന്നുമല്ല, കിട്ടിയതിൽ പകുതി എനിക്ക് തരികയും ചെയ്യും അത്രേ. നളിനിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് മറുപടി പറഞ്ഞു കാണും. അതെ. എന്നാൽ നളിനി പറയുന്നു ഉടനെ ജോലിയിൽ ചേരാൻ. കളങ്കമില്ലാത്ത മായമില്ലാത്ത ജോലി. എന്നെ പഠിപ്പിച്ചവരില് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് ശങ്കരമാഷയാ. എന്തൊരു ആത്മാർത്ഥതയാ മനുഷ്യന്. ഏതായാലും നാളെ തൊട്ട് ഞാൻ ജൂനിയർ ശങ്കരൻ മാഷ്. ആരോ വരുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഹാരിസ് അല്ലേ? ഹലോ ഹാരിസ്, വാ കയറി ഇരുന്നാട്ടെ. നിങ്ങളോ? കയറി ഇരക്കാൻ വരട്ടെ. നിങ്ങളുടെ മുമ്പിൽ കസേരയിൽ ഇരുന്നതിന് നിങ്ങളുടെ വാപ്പ എന്റെ ഏട്ടനെ തെറി പറഞ്ഞു എന്ന് കേട്ടല്ലോ. അതിന് മാപ്പ് പറയാനാ ഞാൻ വന്നത്. മാപ്പ് സ്വീകാര്യമല്ല. അപമാനത്തിന് പ്രതികാരം ചെയ്യുക തന്നെ വേണം. ഞാനിതാ ശിക്ഷ വിധിക്കുന്നു. ഇവിടെ ഇട്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കസേരയിൽ തന്നെ ഹാരിസ് കയറിയിരിക്കണം. നല്ല പശുവിൻ പാലൊഴിച്ച് ഞാൻ തയ്യാറാക്കിയ ചായ കുടിച്ച് വിശ്രമിക്കണം. എന്താ? എങ്ങനെ ഹാരിസ് എന്റെ അനിയത്തി? ആദ്യത്തെ ഗൗരവം കണ്ട് തിരിഞ്ഞോടാൻ തോന്നി. അതൊക്കെ അവളുടെ ഓരോ നമ്പറല്ലേ. അമ്മ പോയ ശേഷം എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി കഴിയുക. എന്നെയും അച്ഛനെയും സന്തോഷിപ്പിക്കാൻ അവൾ ഇത്തരം ഓരോ നമ്പർ പ്രയോഗിക്കും. ആകെ തകർന്ന എന്റെ അച്ഛനെ എന്തെല്ലാം സൂത്രങ്ങൾ പ്രയോഗിച്ചാ പിടിച്ചു നിർത്തുന്നറിയോ? അച്ഛൻ ഇവിടെ ഇല്ലേ? ഇപ്പോ സദാസമയവും കിടപ്പ.
പശ്ചാത്താപ വിവശനായ ഹാരിസും തൊഴിലിനു വേണ്ടി അലഞ്ഞുതിരിഞ്ഞ് വിവശനായ ജയകുമാറും കഴിക്കണം. കഴിച്ചു തുടങ്ങിയാലേ ഞാൻ അച്ഛനെ വിളിക്കാം. എന്താ ഹാരിസിന്റെ അച്ഛൻ എന്നോട് ചെയ്തതുപോലെ ഹാരിസിനോടും ചെയ്യണമെന്നുണ്ടോ? വാശിയിൽ ഗോവിന്ദൻ നായർ പുറകോട്ടാണെന്ന് വിചാരിച്ചോ? അച്ഛാ, ഞാൻ പോവാൻ ജൻ. നീ അവിടെ ഇരിക്ക്. അച്ഛനെ കാണാതെ പോവുകയോ? ഇതാ അച്ഛാ, സ്വന്തം മോനെ അപമാനിച്ചതിന് എന്താ വേണ്ടെന്ന് വെച്ചാ കണക്കിന് കൊടുത്തോളൂ. മൊയ്തൂന് പകരം ഞാനാണെങ്കിൽ ജയനെ തല്ലിയേനെ. പണം മനുഷ്യനെ പിശാചാക്കി മാറ്റിയതിന് പുരാണത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കൂടെ പഠിച്ച ദരിദ്രനായ ദ്രോണനെ പാഞ്ചാല രാജാവ്... അച്ഛാ, ഇല്ല, ഞാൻ കഥ പറയാനോ ശ്ലോകം ചൊല്ലാനോ പോകുന്നില്ല. മുമ്പൊക്കെ ഈ ജന്മം ചെയ്ത പാപത്തിന് കൂലി കിട്ടാൻ അടുത്ത ജന്മം വരെ കാത്തിരിക്കണമായിരുന്നു. ഇപ്പോതാ പരമ്പത്ത് ആ കൂലി. അതെന്നെ പഠിപ്പിച്ചതാരാന്നറിയോ നിനക്ക്? മൊയ്തൂന്റെ ചെക്കനാ. അവന്റെ പേര് ഹാരിസ് എന്നാ. ഹരി പോരാഞ്ഞിട്ട് ഒരീസ്. ഹരിയുടെ അർത്ഥം അറിയോ? സാക്ഷാൽ മഹാവിഷ്ണു. ഹരി വേറെ, ഹാരിസ് വേറെ. ഒന്ന് ഹിന്ദു, മറ്റേത് ഇസ്ലാം. ഒക്കെ ഒന്നാ, ഒരു ഈസിന്റെ വ്യത്യാസം. കേട്ടോ ഹരി, പാപം ചെയ്തവൻ അത് അനുഭവിക്കുക തന്നെ വേണം. ആ, നീ എപ്പോഴാ കോളേജിലേക്ക് തിരിച്ചു പോകുന്നത്? അടുത്ത ആഴ്ച. പിന്നെ നല്ലോണം പഠിക്കണം. ഡോക്ടറായാൽ പാവപ്പെട്ട രോഗികളിൽ നിന്ന് ചികിത്സക്ക് കാശ് വാങ്ങരുത്. നീ കേൾക്കുന്നുണ്ടോ? എന്റെ മോൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങി വരാൻ കാരണം എന്താണെന്നറിയാവോ? ഡോക്ടറാക്കി അവനെ കൊണ്ട് ഒരുപാട് സമ്പാദിക്കാൻ ഞാൻ മോഹിച്ചു പോയതാ. അച്ഛാ, അച്ഛൻ പറയട്ടെ, ഉള്ളതല്ലേ. ഏതായാലും തെറ്റ് മനസ്സിലാക്കിയല്ലോ. ഞാൻ പോകട്ടെ ജയ. ഹാരിസ് പോ. നമുക്ക് വൈകുന്നേരം വായനശാലയിൽ കാണാം. പോസ്റ്റ്മാൻ ഇങ്ങോട്ടാണല്ലോ. ഞാൻ പോയി കത്ത് വാങ്ങി വരാം. ആരാ ഇപ്പോ കത്തയക്കാൻ? കടക്കാരുടെ വല്ല രജിസ്റ്റർ നോട്ടീസോ മറ്റോ ആയിരിക്കും. അച്ഛാ, ബാലന്റെ എഴുത്താ. ഓ, നീ വേഗം വായിക്ക്. പ്രിയപ്പെട്ട അമ്മാമൻ വായിച്ചറിയാൻ ബാലൻ എഴുതുന്നത്. ഞാൻ പട്ടാളത്തിൽ ചേർന്നു. അവിടെ നിന്ന് പുറപ്പെട്ടതിന്റെ പിറ്റേന്ന് തന്നെ കണ്ണൂരിൽ റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് സെലക്ഷൻ കിട്ടി. നളിനി പറയും പോലെ തടിമാടനല്ലേ, അതുപകാരമായി. ഇപ്പോൾ ഝാൻസിയിലാണ്. ട്രെയിനിങ് 6 മാസമാണ്. ജയേട്ടൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരുന്നു. ഫോണിൽ ദിവസവും വിളിക്കുന്നുണ്ടാവുമല്ലോ. എന്റെ സ്നേഹാന്വേഷണം പറയണം. പാവം നളിനി പശുവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അമ്മാവൻ പറഞ്ഞതാണ് ശരി. ഒരു ഡോക്ടറുടെ സഹോദരി എന്ന നിലയിൽ അവൾക്കുള്ള നല്ല ഭാവി ഞാൻ കാരണം നഷ്ടപ്പെടരുതല്ലോ. അമ്മാവൻ എന്റെ അമ്മയെ സമാധാനിപ്പിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടും. അപ്പോ കാണാം. നിർത്തട്ടെ. മാപ്പ്, ഈ പാവിക്ക് മാപ്പ്. മാപ്പോ? എന്തിനാ അച്ഛ? ബാലേട്ടന് ഒരു കരപറ്റിയതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ശരിയാ. എനിക്കും അങ്ങനെ ഒരു സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ. ഏതായാലും അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഹലോ, ആരാ? ആര്? അവക്കത് ഹാജിയാ? ഞമ്മക്ക് തിരിഞ്ഞില്ലാട്ടാ. ആ, ഇങ്ങോട്ട് ബന്ധുന്നാ? ശരി, ഇപ്പൊ തന്നെയാ? ആ, ശരി. ശരി ശരി. എടി നബീസു, നബീസു, ഔവക്കറാജി ഇപ്പൊ ഇവിടെ വരൂന്ന്. ഞമ്മളെ മോനെ പരിചയപ്പെടാനാ. ഓ, ഓനെവിടെ? വിളിക്ക്, വെക്കം വിളിക്കാൻ. ഓ, ഹാജിക്ക് പേര് നിങ്ങൾ എന്തിനാ അപ്പൊ ഇങ്ങനെ ബഹളം വെക്കുന്നെന്ന്? ബാപ്പ എന്തിനാ വിളിച്ചത്? ആജീക്ക ഇപ്പൊ ഇവിടെ എത്തും. അന്നെ പരിചയപ്പെടാനാ. ഈ കൈലിയും സർട്ടും എല്ലാം ഒന്ന് മാറ്റുക. എന്നിട്ട് പാൻറിടണം. നല്ല പുൽക്കൈ സർട്ടും. വീട്ടിലിരിക്കുമ്പോ എന്തിനാ ബാപ്പ ഇങ്ങനെ വേഷം കിട്ടുന്നത്? ഈ ഞമ്മളെ കണ്ട
സ്വബീക്കൻ എണീറ്റ് ഷെയ്ക്കിന്റെ മാതിരി ബേസം കെട്ടിയേ നമ്മൾ അകത്തും പുറത്തും നടക്കൂ. മീൻ കൊട്ട ചുമന്ന് നടന്നപ്പോ പട്ടികൾ കൊരക്കും. ഇപ്പൊ പട്ടികളെല്ലാം ബാലാട്ടുവാ. ബേസത്തിന്റെ വലിപ്പം തിരിഞ്ഞ പോയി പാൻഡിട്. അബീസു, അന്നോട് പ്രത്യേകം പറയണ, ഉള്ളയിലും മുന്തിയ തട്ടെടുത്തിട്ടോ. പോ നബീസു. എടി നബീസു, എന്താന്ന് ഇവിടെ പാടി. ഇവിടെ എത്ര പണിക്കാരുണ്ട്? 3. മാർബിളിന്റെ ഈ നിലം തുടച്ചിട്ട് ദിവസത്രേടി. എന്റെ പടശോനെ, നിങ്ങക്ക് ഭ്രാന്താ. നിങ്ങളെ മുമ്പിൽ നല്ലേന്ന് സ്വബീക്കിന് എണീറ്റ് അവര് നേരം തുടച്ചേ. ആ കസേരം വന്നിട്ടിരിക്കുന്ന തുണിയും മറ്റും കണ്ടില്ലേ? അത് നേരെയാക്കി വെക്കാൻ ഇനിയുടെ വേറെ പണിക്കാരികളെ വിളിക്കണ. എന്റെ അല്ലോ, ഈ എന്താ അവിടെ കുന്തം പോലെ നിൽക്കുന്നടി? നബീസു, എന്താന്ന് ആര്ക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കടി. കാജിക്കൊക്കെ തിന്നാനൊന്നും വേണ്ടല്ല. ചായ ആണെങ്കിൽ ചായ കുടിച്ച ഗ്യാസും. അതന്ന് പത്രാസ് പറഞ്ഞതാടി. ഈനടിയിൽ ഞമ്മളെ മുമ്പിന്ന് 5 പുയിഞ്ഞ കോഴിമുട്ടയും 3 നേന്ത്രപ്പയം നിറച്ചതും അടിച്ചും പാറണത് ഞമ്മളെ കണ്ണുകൊണ്ട്. ഈ പോയി മുട്ട പൊയിങ്ങ് വെക്കം. അല്ലോ, അയാള് വന്നു. ഇന്ന് നമുക്ക് കേസുള്ള ദിവസ. രാവിലെ തന്നെ വക്കീലൊന്ന് കാണണം. പോന്ന ബൈക്ക് അന്റെ ചെക്കനൊന്ന് കണ്ടു കളിയാന്ന് വെച്ച്. എവിടെയോ എണീറ്റില്ലേ? പഠിക്കുന്ന കുട്ടികൾ ഉച്ചവരെ കടന്നുറങ്ങുക. ഞമ്മളെ മോനാജിക്ക ഞമ്മളെ പോലെ തന്നെ ശോഭിക്ക് 5 മണിക്ക് എണീച്ച് ഓതാനിരിക്കും. അല്ല, പഠിക്കാനിരിക്കും. വന്നല്ല, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. എന്റെ കോളേജ് എപ്പാടോ തുറക്കുക? നാളെ. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് പോകണം. അരക്ക് പുത്തി ഉണ്ടായിട്ട് കിട്ടിയ സീറ്റല്ല. പണം കൊടുത്ത് എന്റെ ഉപ്പ വാങ്ങി തന്നതാ. അതുകൊണ്ട് നന്നായി പഠിച്ചെങ്കിലേ പാസ്സാവൂ. എനിക്ക് അക്കാര്യം അറിയാം. ട്യൂഷനുള്ള ഏർപ്പാടും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ MBBS കൊണ്ടൊന്നും നിർത്തണ്ട. അതിന്റെ അപ്പുറം എന്തൊക്കെയോ SMBയും ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. MS-ഉം MD-യും മറ്റും. തന്നെ അമേരിക്കയിലും മറ്റും പോയിട്ട് അതിനപ്പുറമുള്ള ഡിഗ്രി എടുക്കണമെന്ന മസ്കറ്റിലുള്ള എന്റെ മോളെ പുയ്യാപ്പള വിളിച്ചു പറഞ്ഞേ. പേരിന്റെ കൂടെ എത്ര അക്ഷരങ്ങളുണ്ടോ അതിനനുസരിച്ചത്രേ ഫീസ്. കാശെറിഞ്ഞ് നമുക്ക് കാശുണ്ടാക്കാം. അല്ല, 1-ാം തരം ബിസിനസ്സാ അടാക്കട്ട പണി. അത് മറക്കാതിരുന്ന പിന്നെ ഒന്നും പേടിക്കണ്ട. നമ്മുടെ നാട്ടിൽ അധികവും പാവപ്പെട്ടവരല്ലേ? അവരിൽ നിന്ന് കണ്ടമാനം ഫീസ് വാങ്ങുന്നതും മറ്റും ശരിയാണോ? അമ്മാരി ബടക്ക് ചെയ്തവളൊക്കെ കളയേ. പഠിപ്പ് കഴിഞ്ഞാലൊക്കെ ഉണ്ട് ആരീസിനെ നമ്മള് പണക്കാർക്ക് മാത്രമുള്ള ഒരു വലിയ ആശുപത്രിയിലെ ഹെഡാക്കാനാ തീരുമാനിച്ചിട്ടുള്ള. അവിടുത്തെ ഫീസ് ഞമ്മളാ നിശ്ചയിക്കുക. നീ അത് റെഡിക്ക് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടിട്ടാ മതി. കുറെ കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോഴേ അതൊക്കെ പറയുന്നത് എന്തിനാ? വെറുതെ പറയുന്നാന്ന് വിചാരിക്കണ്ട. എന്റെ മോളെ കെട്ടുന്നോടെ ഈ ഞമ്മളായി. നിങ്ങളെ മോളെ കെട്ടാൻ ആരാ നിശ്ചയിച്ചത്? നമ്മളും എന്റെ ബാപ്പിയും. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? അതൊക്കെ പഠിപ്പ് കഴിഞ്ഞുള്ള കാര്യമല്ലേ? കല്യാണത്തിനെതിരാണോ പഠിപ്പ് കഴിയാൻ കാത്തിരിക്കുന്നത്? പഠിപ്പ് കഴിഞ്ഞാലേ ഞാൻ കല്യാണത്തിനുള്ളൂ. അതും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം. നീ അത്രക്ക് കേമനായ? കിടത്തിങ്കര ആജിന്റെ മോളെ കെട്ടാൻ പോയിച്ച് നോക്കാൻ പോലും അർഹതയുണ്ടോടാ എനിക്ക്? ഇങ്ങനെ ഒരു പിറക്ക് മോളെ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞ ഇമ്മളെ മണച്ചാ വിട്ടാൻ. എവിടെയാ മീൻകാരൻ? എടാ മൊയ്തു. എന്താ ആജീക്ക ഈ കഴിവേറി മോൻ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ നമ്മൾ ഇന്ന് ഓന് പഠിപ്പ് കഴിഞ്ഞ് കല്യാണം വേണ്ടുപോലും. അതും നമ്മളെ മോളെ കണ്ടിട്ട് ബോധിച്ചതിന് ശേഷം മാത്രം. നമ്മളെ മോത്ത് നോക്കിയത് പറയാൻ അവനെത്ര ധൈര്യം വേണോ? എന്റെ റൂഹുണ്ടെങ്കിൽ ഞമ്മൾ ഈ നിക്കാവ് നടത്തും. ഇല്ലെങ്കിൽ ഓനി ഓന്റെ ഉമ്മാനെയും ഞമ്മൾ മയ്യത്താക്കും.
ഇനി നമ്മൾ ഈ കല്യാണത്തിനില്ല വേണ്ട. നമ്മളും നമ്മളെ മക്കളും വിചാരിച്ച 10,000 ഡോക്ടർമാര് പെണ്ണിനും ചോദിച്ച് ക്യൂ നിൽക്കും. ഈ നാറികളെടുത്ത് വന്ന് ഞമ്മളും നാറി നമ്മൾ നിങ്ങളെ കാല് പിടിക്കാൻ നമ്മൾ ഈ നിക്കാഹ് നടത്തിത്തരും, അള്ളാഹ് നടത്തിത്തരും. മുമ്പിന്ന് മാറവ എരപ്പാളി. അനക്കും എന്റെ അധിക പ്രസംഗി ചെക്കനെ ഞമ്മള് വെച്ചിട്ടുണ്ട്, നോക്കിയിരുന്നോ? ആജിക്ക ആജിക്ക എന്റെ ആജിക്ക. മാനം കെട്ട പണിയോ മനുഷ്യൻ ഈ കാട്ടുന്നേ, പട്ടിയെ പോലെ മോങ്ങുന്നോ? ആജിന്റെ നല്ല റബ്ബറുണ്ട പോലത്തെ പെണ്ണിനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി? നിർത്തൂ, ഇനി ഉമ്മാൻ അടിക്കരുത്. രണ്ടിനി നമ്മളിത് മയ്യത്താക്കും. എങ്കിൽ ആദ്യം എന്നെ കൊല്ല്. എന്തെല്ലാം നമ്മൾ കൊതിച്ച്, എല്ലാം ഈ പിശാചുക്കൾ തകർത്ത് കളഞ്ഞില്ലേ. എത്ര ലക്ഷം കൊടുത്ത ആനക്ക് നമ്മൾ സീറ്റ് വാങ്ങി തന്നേ, എത്ര ലക്ഷ കാറിൽ കൊടുത്തേ. നാട്ടിലൊക്കെ ഒരു നിലയും വിലയും വന്നതാ. ഒക്കെയും കളഞ്ഞു കുളിച്ചു ഈ ഹമുക്കാണ്. എല്ലാം എന്നെ അറബുകാർക്ക് വിൽക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചില്ല. ഇനി ഞാൻ മെഡിസിൻ പഠിക്കാൻ പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നുമില്ല. മോനെ എന്തായപ്പം പറഞ്ഞിട്ട് പോയത്? കേട്ടൂടെ, ഇനി മോൻ പഠിക്കാൻ പോകുന്നില്ലാന്ന്. ഞമ്മള് ഇനി ഓനെ ഒന്നും പറയില്ല നബീസു. ഓനോട് പുത്തിമോശം കാട്ടല്ലാന്ന് പറ നബീസു. മോനെ ഇനി ബാഗുമായിട്ട് എങ്ങോട്ട് പോവാ മോനെ? ഈ ഉമ്മാനെ വിട്ട് എവിടെ പോവാടാ? എന്തെങ്കിലും തൊഴിലന്വേഷിച്ച് പോവാ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറെ താമസിച്ചു പോയി. പൊന്താത്ത എത്ര കല്ലുകളാ ബാപ്പ നിത്യവും എന്റെ മുന്നിൽ കൊണ്ടിടുന്നത്. വയ്യമ്മ, എവിടെയെങ്കിലും ചെന്ന് അല്പം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. മോനെ, ബാപ്പ മോന് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ചെയ്യൂല. മോൻ ഏടിയും പോണ്ട. വേണം, ആർക്കും ഭാരമായി ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മോനെ ഈ ഉമ്മാനെ വിട്ട് പോകല്ലേടാ. ഞാൻ തിരിച്ചു വരും ഉമ്മ. പൊന്താത്ത കല്ലുകൾ ചുമക്കാതെ ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ. തുമ്പയും കല്ലും നാടകം സമാപിക്കുന്നു. നാടകരചന ശ്രീ KM രാഘവൻ നമ്പ്യാർ. അഭിനേതാക്കൾ KP ഗോപാലൻ, V ഭാസ്കരൻ പാലയാട്, രാധൻ കണ്ണപുരം, പപ്പൻ മുറിയാത്തോട്, ഷജിൽ കുമാർ ചെക്കിക്കുളം, പ്രമീള മോഹൻ, സാവിത്രി ഷൈജുലാൽ. സംവിധാനം V ചന്ദ്രബാബു.